അപ്പൊ എന്തായി എന്തായി? കണ്ണേറ് തട്ടിയില്ലേ? ഒരു കാര്യം ഇന്നലെ പറഞ്ഞതാണ്. ഇത് ബൂമർ അല്ല, ഹേസൽവുഡ് അല്ല, ബോൾട്ട് അല്ല, ചെക്കനൊരു പറഞ്ഞിരിക്കുന്നത്. ചെക്കൻ ചിലപ്പോ ആ വക പണി കാട്ടിക്കാളും. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. വേറൊന്നും ഒരു കാര്യമില്ല. രണ്ടാള് അല്ല, നിങ്ങളെ ഇറക്കിട്ടു. അഭിഷേക് ശർമ്മ എന്താ കഴിച്ചേ? എന്താണ് അതേപോലെ തന്നെ എത്ര ആൾക്കാരെ എടുക്കുമ്പോൾ ഞങ്ങൾ 5 വിക്കറ്റ് പോകും ഇല്ലേ? നിങ്ങൾ 25 ഓൾ ഔട്ട് ആക്കണ്ടേ? ഏതൊക്കെ ടീമാണ് നിങ്ങളെത്തി വന്നത്? CSK, MI, RCB, GT. ഇവർക്കൊന്നും നിങ്ങളെ തോൽപ്പിച്ചാൻ പറ്റില്ല. ഞങ്ങള് വേണ്ടി ഒന്നും നിങ്ങളെ തോൽപ്പിച്ചാൽ തോൽവിയിൽ ഞങ്ങൾക്ക് സന്തോഷാ. കാരണം ടീം ഇങ്ങനെ തകർന്നാലും പിടിച്ചു കയറും. ധോണി പറഞ്ഞ പിന്നെ പോറാണോ നല്ലത്? നാണക്കേട്. ചെറിയ ചെക്കന്മാര് ഡെബ്യൂ നടത്തേണ്ട ചെക്കന്മാര് രണ്ടാളും 4 വിക്കറ്റ്. ആ ഹിഞ്ച കയറുന്നതാണ് പ്രഫുൽ ഹിഞ്ച. ആ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ നല്ല കിട്ടിയല്ലോ. 10-15 റൺ കൊടുത്തില്ല. ഓവറിൽ 3 വിക്കറ്റ്. 35 കൊടുത്ത് ആരെടുത്തുണ്ട് ഇതുവരെ? അതാണ് അതൊക്കെ കണ്ടില്ലേ? അതൊക്കെ ആ ചെക്കന്റെ അടുത്തള്ളി 3 വിക്കറ്റ് എടുത്തോട്ടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഓവറിൽ ഞങ്ങളെ സൂര്യവംശിയെ ചെയ്യുന്നില്ലല്ലോ. ഈ കളി 50, അടുത്ത കളി 50, 15 ചെക്കന്റെ ലെക്കല്ല. ഇത് പാടുള്ള കാര്യമാണ്. അതും IPL പോലുള്ള ഒരു ടൂർണമെന്റില് അത്ര സാങ്കേതികത വേറെ ഒന്നിനും ഇല്ല. ഇതിങ്ങനെ ബാറ്റ്സ്മാൻമാർക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോ ഞങ്ങള് ചെറിയ ചെക്കന്മാര് വന്നാണ് വിക്കറ്റ് ഇങ്ങനെ എടുക്കുക. ഫസ്റ്റ് ഓവർ തന്നെ 3 വിക്കറ്റ്. പിന്നെ നിങ്ങൾ 5 ഓവറിൽ ഓൾ ഔട്ട് ആക്കണ്ടേ? ഇല്ലല്ലോ. അത് ശരി. എന്ത് ന്യായാണ്? നിങ്ങൾക്ക് നിക്കാൻ പറ്റുന്ന പിന്നെ എന്തെങ്കിലും ഒരു ന്യായമല്ല. ഒരു വെറുതെ ന്യായം പറഞ്ഞാണ്ട് എന്തൊക്കെ തള്ളി ഞങ്ങളെ സൂര്യവംശി അതാണ് ഇതാണ് മറ്റേതാണ്. എന്നിട്ട് എന്താ വന്നതും കണ്ടില്ല പോയതും കണ്ടില്ല. ഒറ്റ പോക്ക് 3 ആൾക്കാർ അടുപ്പിച്ച ഡൊണാവൻ ഫരീദിന്റെ അടി കണ്ടില്ല നിങ്ങള്? അതാ പറഞ്ഞത്. ഇനിയിപ്പോ അതാണ് നല്ലത്. ഡൊണാവൻ ഫരീദ് ജഡേജയും കൂടി കളിച്ച കളിയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം 25 റണ്ണിന് ഓൾ ഔട്ട് ആണ് ഞങ്ങൾക്ക് സങ്കടവും. ഇഷാൻ കിഷനും ക്ലാസനും കളിച്ചതിന് ഞങ്ങൾക്ക് പിന്നെ സന്തോഷമില്ല. നിങ്ങളെന്താ വിചാരിച്ച 200 കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ എളുപ്പം ഇങ്ങനെ അടിച്ച് പരത്തി പോകുന്നു അല്ലേ? ഞങ്ങൾക്ക് ബൗളിംഗ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ ബാറ്റും വീശി ഇങ്ങനെ വന്നു കാണി നിന്നാണ്. ഞങ്ങൾക്ക് എന്താണ് ഒളിപ്പിച്ച് വെച്ച വജ്രായുധം. കഴിഞ്ഞ കളി തന്നെ ഇറക്കേണ്ടതേനു, പിന്നെ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഇതിലാണ്. നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ്? നിങ്ങൾ എത്രാമതാ? ഞങ്ങൾ 4ാമത്. എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ്. ഞങ്ങൾക്ക് 8 പോയിന്റ് ആണ്. 1ാമതുമാണ്. തോൽവിയുടെ തുടക്കണേ. രാജസ്ഥാൻ റോയൽസ് എപ്പോഴും തന്നെയാണ് തോൽവിയുടെ. ഇനി അങ്ങോട്ട് ഫുൾ തോൽവികളുടെ നാളുകളാണ് ഞങ്ങൾക്ക്. അതൊക്കെ ബാക്കിയുള്ളവർക്ക് സ്വപ്നം കാണുന്നത്. കഥ മാറി, കാര്യം മാറി. ഇതാ ഫോൺ വിവാദമൊക്കെ ഉണ്ടായിട്ട് ചെക്കൻ അതിപ്പോ ആരാണെങ്കിലും കുട്ടികൾ നോക്കിക്കാളും. ഒരാളിങ്ങനെ ഫോൺ നോക്കുമ്പോ നോക്കാൻ പാടില്ല, അത് ശരിയില്ലാത്ത കാര്യമാണ്. പക്ഷെ കുട്ടികളാവുമ്പോ ചിലപ്പോ നോക്കി വരും. മാത്രല്ല BCCI ഇപ്പൊ മൂപ്പർക്കെതിരെ ചെക്കൻക്കെതിരെ ഒന്നും എടുക്കാൻ പോണില്ല. മറ്റേ മാനേജർക്കെതിരെ ഷോക്കോസ് നോട്ടീസ്. അപ്പോ ഇവിടെ പത്രക്കാരെ കൂടി ആ സൂര്യവംശി ബാൻ ചെയ്യാൻ പോണേ. അതൊക്കെ എന്തിനാണ്? ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടിനെ നിലക്ക് നിർത്തണം. അല്ലാതെ ഇങ്ങനെ വലിയ ബൗളർമാരെ അടിച്ചാൽ നടക്കരുത്. നിങ്ങൾക്ക് തോന്നും ആണല്ലോ. ചെക്കൻ അയർലൻഡ് സീരീസ് ഇന്ത്യൻ ടീമിക്ക് എടുക്കാനാണ് ഇപ്പൊ കേട്ട്. അതാണ് ദേവേന്ദ്ര പാണ്ഡന്റെ റിപ്പോർട്ട് എക്സ്പ്രസ് സ്പോർട്സ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇനി അടുത്ത ഭാവിയിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാണ് ഇപ്പൊ തന്നെ ചെക്കൻക്ക് പ്രഷർ കൊടുക്കും. ഇനി എത്ര കാലുണ്ട്? കാലം കിടക്കണം, തെളിയിക്കട്ടെ. ഓൾറെഡി 4-5 കളി ഭയങ്കര വർത്താനും. വെറുതെ ആ ചെക്കനെ വെറുതെ വിടി. വെറുതെ കണ്ണേറിട്ടാ നിൽക്കണം. ഒരു കണ്ണേറിന്റെ പ്രശ്നമില്ല. അതൊക്കെ അന്ധവിശ്വാസം. ഞങ്ങൾക്ക് ആ വക വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾ നോക്കിക്കോളി. ആ ചെക്കനെ കൊണ്ട് തന്നെ പ്രാവശ്യം കപ്പിടിപ്പിച്ചു.